ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ കോടതിയുടെ നിരീക്ഷണം കേരളത്തിൽ പ്രതിപക്ഷത്തിന് കനത്ത തിരിച്ചടിയായി. തുടർച്ചയായി നിയമസഭ തടസ്സപ്പെടുത്തിയ പ്രതിപക്ഷത്തിന്റെ വാദമുഖങ്ങൾ പൊളിഞ്ഞു. വി.ഡി. സതീശൻ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് മന്ത്രി പി. രാജീവ് ആവശ്യപ്പെട്ടു. പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ? ഈ പബ്ലിസിറ്റി ഇൻട്രസ്റ്റിന്റെ നരേറ്റീവ് കേരളീയ സമൂഹം തിരിച്ചറിയും. ബജറ്റ് ചർച്ചയിൽ പങ്കെടുക്കാതെ നിയമസഭയിൽ പ്രതിഷേധം അഴിച്ചുവിട്ട പ്രതിപക്ഷം കേന്ദ്ര അവഗണനയ്ക്കെതിരെ സർക്കാർ കൊണ്ടുവന്ന പ്രമേയത്തെപ്പോലും അനുകൂലിച്ചില്ല. സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനായിരുന്നു പ്രതിപക്ഷത്തിന്റെ ശ്രമം. 3 ദിവസം തുടർച്ചയായാണ് പ്രതിപക്ഷം നിയമസഭാ നടപടികളെ തടസ്സപ്പെടുത്തിയത്. പക്ഷേ പ്രതിപക്ഷ ആരോപണങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു. സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള SITയുടെ അന്വേഷണം ഏതാണ്ട് നിലച്ചിരിക്കുകയാണ്. 90 ദിവസം കഴിഞ്ഞിട്ടും പ്രാഥമിക കുറ്റപത്രം പോലും കൊടുക്കാതെ, കുറ്റപത്രം കൊടുത്തില്ല, പ്രാഥമിക കുറ്റപത്രം പോലും കൊടുക്കാതെ പ്രതികൾ ഒന്നൊന്നായി ജയിലിലിറങ്ങിയാണ്. ഏത് കോടതിയാണ് പ്രതിപക്ഷത്തെ വിമർശിച്ചത്? ശബരിമല വിഷയത്തിൽ കോടതി വിമർശിച്ചിട്ടുള്ളത് SIT ആണ്. SIT ഞങ്ങൾ പറഞ്ഞു, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അന്വേഷണം മരവിപ്പിച്ചു. സെയിം കാര്യം കോടതി പറഞ്ഞല്ലോ. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു തീരും മുൻപാണ് കോടതിയിൽ നിന്ന് കനത്ത പ്രഹരം ഏൽക്കേണ്ടി വന്നത്. കോടതി വിധി പ്രതിപക്ഷത്തിന് കനത്ത തിരിച്ചടിയായി മാറി. ആരോപണങ്ങൾ ഊതിവീർപ്പിച്ച സോപ്പ് കുമിളകളെപ്പോലെ പൊട്ടിപ്പോയി. നാളെ പ്രതിപക്ഷം നിയമസഭയിൽ എന്തു പറയുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. വി.ഡി. സതീശൻ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് മന്ത്രി പി. രാജീവ് ആവശ്യപ്പെട്ടു. നാളെ സഭ ചേരുമ്പോൾ തന്നെ ഞങ്ങൾ ഈ നിരീക്ഷണത്തെ പൂർണ്ണമായി അംഗീകരിക്കുന്നു. ഹൈക്കോടതിയിൽ വിശ്വാസമുണ്ട്, ഭരണഘടനയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഞങ്ങൾ ഈ തെറ്റായി ധരിച്ചുകൊണ്ട് ബജറ്റ് സമ്മേളനം അലങ്കോലപ്പെടുത്തിയതിന് കേരളത്തോട് ഞങ്ങൾ മാപ്പ് പറയുന്നു എന്ന് പറയാനാണ് നാളെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, ഭരണഘടനയിലും കോടതിയിലും വിശ്വാസമുള്ള ഒരു പ്രതിപക്ഷമാണെങ്കിൽ നാളെ ചെയ്യേണ്ടത് അതാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.